Hello, welcome to my channel. So, how are you guys? And look at my outfit. ഔട്ട്ഫിറ്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവിടെ ഓണം സെലിബ്രേഷൻ ആണെന്ന്. അപ്പോൾ പരിപാടി നടക്കുന്നത് കൊളോണാണ്. നമ്മൾ ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് കൊളോണിലാണ് പരിപാടി നടക്കുന്നത്. സോ ലൈക്ക് 2 hours ജേണി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് അങ്ങനെ കൂടാനൊന്നും പറ്റിയില്ല. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു കാര്യമായിട്ടുള്ളൊരു ഓണത്തിന് ഞാൻ പോണേ. ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. നോക്കാം പോയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഞാൻ ബാക്കിയുള്ളൊരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. നമ്മൾ ഹൈൻസ്ബർഗിൽ നിന്ന് 2 hours ജേർണി. ഇത് കല്യാണമാണെന്ന് തോന്നണേ, കണ്ടോ? മൈക്കുണ്ടോ? സത്യം പറയാലോ, പരിപാടി കൊള്ളില്ല, അതിനും കൊള്ളില്ല. ഭയങ്കര ലംബ. ഇവിടെ എല്ലാവരും കണ്ടോ, ചുമ്മാ ഇങ്ങനെ നടക്കാം. കണ്ടോ? കണ്ടോ? അത്രേ ഉള്ളൂ കേട്ടോ. ശരി. ഒരുപാട് ആൾക്കാർ കൂടൂലേ? ഒരുപാട് ആൾക്കാർ കൂടും. അപ്പൊ ഒരു 10 പറ അരി മതിയാവും? 10 പറ അരി മതിയാവും. ചിലപ്പോ പോരായ്മ ഒന്നല്ലോ. പോരായ്മ വരും. അന്ന് പിന്നെ 10 പറ ഇടാല്ലേ? 10 പറ ഇടാം. അല്ല, ചിലപ്പോ അത് ആൾക്കാർ കൂടുതലാണെങ്കിൽ ആൾക്കാർ കൂടുതലാവട്ടോ. അപ്പൊ നമ്മൾ ഓണസദ്യ കഴിക്കാൻ വന്നേക്കാണ്. നമുക്കത് ഇത്രയ്ക്കും ഫുഡുണ്ട്. ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഡിഷാണ് ഇപ്പോ ഈ വട്ടം. കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരു വലിയൊരു ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ ആ ക്ഷീണം തീർക്കാനായിട്ട് എന്താ പറയാനുള്ളത്? നമ്മളിതാ സദ്യയുടെ ആദ്യഘട്ടത്തിലേക്ക് കിടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് സദ്യ കഴിച്ച അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. കാണാം. ചോറ് വരുമ്പോ നിങ്ങൾക്ക് ഒരു പ്രൈസ് വിൻ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും വേണോ? ഇരിക്കുന്നവരൊക്കെയാണോ നിങ്ങൾക്ക് പ്രൈസ് അടിക്കാൻ വേണ്ടി? ഒരു നിങ്ങൾക്ക് പ്രൈസ് അടിക്കണം. ഇനെന്താ ബാബു, ഇനെന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? ടീമൊന്നും തീരുമാനിച്ചിട്ടില്ല. ആര് ജയിക്കും ആര് തോക്കും അറിയത്തില്ല. ഫൈനൽ ആകുമ്പോൾ ഞങ്ങൾ ടീം പറയുന്നതായിരിക്കും. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബാബു? എന്നെ കൊണ്ടൊന്നും നാട്ടുകാർ വേണം. എന്നാ പിന്നെ നിർത്തി ഒന്നുകൂടി ചോദിച്ചേ. ഇല്ല, നീ പറഞ്ഞോ. കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നേ തുടങ്ങാം. ഇനി സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? തുടങ്ങി. ആ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ബാബു? സദ്യ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, നൈസായിരുന്നു.
പക്ഷെ അത്യാവശ്യം നല്ല അടിപൊളി കറീസ്. സൽമാൻ എസ് ഇപ്പൊ ഇവിടെ വടംവലി നടക്കാൻ പോവാണ്. വടംവലിയുടെ പ്രിപ്പറേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഡിജെയുടെ മിസ്റ്റിക് മന്ത്ര അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. വെയിറ്റിംഗ് ആണ്. ഡിജെ വെയിറ്റിംഗ്. പിന്നെ ജർമ്മനി ഇഷ്ടപ്പെട്ടോ? എത്ര നാളുണ്ട് ഇവിടെ? ആണോ? എങ്ങോട്ട് അല്ല ജർമ്മനിയിലാണ്. കരിമ്പുലി കലിവാഴണ കാനനമോ